നല്ല പട്ട് പോലത്തെ കപ്പ കിട്ടുകയാണെങ്കിലേ ഈ ചിക്കൻ പുരട്ടിയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അപാര ടേസ്റ്റാണ്. അപ്പം നല്ല പട്ട് പോലത്തെ കപ്പ കിട്ടിയപ്പം ഞങ്ങൾക്കിന്ന് ഡിന്നറിന് കപ്പയും ചിക്കൻ മിക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ സാധാരണ ബീഫിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ചിക്കൻ ഒന്ന് നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ടൊന്ന് വരട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇടാം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, കറിയാമ്പ്, ഏലക്ക, ബേ ലീഫ്, അതിനൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ 3 അത്യാവശ്യം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ 2 നല്ല പഴുത്ത തക്കാളി അതും കൂടെ ഇട്ട് കൊടുക്കുക. തക്കാളി വേണ്ട എന്നാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ. അപ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ വാടിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. ഒരു ടീസ്പൂൺ ആണെങ്കിൽ 1 ടീസ്പൂണും ഒരു ഇച്ചിരി കൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിപ്പോൾ ആവശ്യത്തിന് എരിവിനൊക്കെ ആവശ്യമായിട്ട് പച്ചമുളകും നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി കാശ്മീരി പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി പൊടി ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ കേട്ടോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കപ്പ മേടിക്കുന്ന സമയത്ത് നോക്കി വാങ്ങിക്കണം. കപ്പ കൊള്ളൂല്ലെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ലേ. എന്നിട്ട് ലാസ്റ്റായിട്ട് അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും, ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 5-8 പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരു എന്താ പറയുക, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം. ബാക്കി നമ്മുടെ ഈ സവാളയുടെയും ഒക്കെ വെള്ളം ഇതിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഊറി വരും കേട്ടോ. ആവശ്യത്തിന് നമ്മുടെ എന്താ പറയുക മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞോളൂ ഒരു 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. പുരട്ടിയെടുക്കും എന്നൊക്കെ പറയില്ലേ. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ട് വേവിച്ച് വെച്ച കപ്പയാണ്. നല്ല പൊടിക്കപ്പ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.